നോക്കിയയുടെ Nokia G10 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 12,150 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Nokia G10 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം ഈ ഒരു ഫോൺ മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ ബ്ലോട്ട്വെയർസ് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatekന്റെ helio G25 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു mediatekന്റെ helio G25 എന്നുള്ള പ്രോസസ്സർ. ഒരു 7,000-6,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം 7,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് mediatekന്റെ helio G35 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു mediatekന്റെ helio G25 എന്നുള്ള പ്രോസസ്സർ ലോഞ്ച് ചെയ്ത സമയത്ത് ആ ഒരു വാർത്തയുടെ GSM അരീനയിലെ വെബ്സൈറ്റിൻ്റെ ഹെഡിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ $100 താഴെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള mediatekന്റെ helio G25 അതുപോലെ തന്നെ mediatekന്റെ helio G35 എന്നീ പ്രോസസ്സറുകൾ ലോഞ്ച് ചെയ്തു എന്നായിരുന്നു. അതായത് 7,500 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരുന്നത്. അതേ ഒരു പ്രോസസ്സറാണ് 12,150 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു നോക്കിയയുടെ ഫോണിൽ വരുന്നത്. ബ്രാൻഡ് വാല്യൂയുടെ പേരൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ പൈസ കൂട്ടാവുന്നതാണ്, പക്ഷേ ഇത് കുറച്ചധികം കൂടിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഫോണിൽ 4 GB റാമാണ് വരുന്നത്, 64 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. മെമ്മറി 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നെഗറ്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വരുന്നത് ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി അല്ല, ബാറ്ററി കപ്പാസിറ്റിയുടെ ആയത് നോക്കുകയാണെങ്കിൽ 5,050 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത് വലിയ തിരക്കേടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാത്രമല്ല, ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കായിരുന്നു. അപ്പം അതും ഒരു നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. അടുത്ത ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷൻ മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കുറേ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ എന്തായാലും ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല. അപ്പം അറ്റ്ലീസ്റ്റ് അവർക്കൊരു പഞ്ചോൾ ഡിസ്പ്ലേയെങ്കിലും കൊടുക്കായിരുന്നു. അതും അവർ കൊടുത്തില്ല. കുറച്ച് പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ ഈ ഒരു 2 ഫീച്ചേഴ്സും മിസ്സിംഗ് ആയ സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറെങ്കിലും കൊടുക്കായിരുന്നു. പക്ഷേ അതും കൊടുത്തിട്ടില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.2 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നൈറ്റ് അതുപോലെ തന്നെ ഡസ്ക്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 MP ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇപ്പോൾ റെസൊല്യൂഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 48 MP മെയിൻ ക്യാമറ സെൻസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ റെസൊല്യൂഷൻ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, വേറെയും കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ക്യാമറയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം മാത്രം ഫോൺ സെലക്ട് ചെയ്യുക. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 12,149 രൂപയാണ്. ജിയോ യൂസേഴ്സിന് 10% ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പക്ഷേ ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറേ അല്ല ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നോക്കിയയുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കാനൊക്കെ റെഡിയാണ്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഈ ഫോണിൻ്റെ കാര്യത്തിൽ അത് കുറച്ചധികം കൂടുതലാണ്. ഇത്രയൊന്നും എക്സ്ട്രാ കൊടുക്കാൻ ഞാൻ റെഡിയല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ ചില ഫോണുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.